ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ പ്രകാശ് സ്വപ്നം കാണുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ ലക്ഷ്മിയായിട്ട് ഡാൻസ് കളിച്ച് പാട്ട് പാടിയിട്ട് പ്രകാശിനൊരു ചെറുപ്പക്കാരനെ പോലെ ഡാൻസ് കളിക്കാണ്ട് ലക്ഷ്മിയും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ 2-3 മിനിറ്റോളം ഒരു 4 മിനിറ്റോളം ഇവർ ഡാൻസ് കളിക്കണമായിട്ട് കാണിക്കണത്. അങ്ങനെ പ്രകാശൻ അത് ചിന്തിച്ച് ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ അമ്മൂമ്മ വരുന്നുണ്ട്. എടാ പ്രകാശ ഡാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ അമ്മേ? അല്ല, നീ ഏത് നേരം ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോടാ. ഓ, അവളുടെ മുഖം കണ്ടേ പിന്നെ നിനക്ക് എപ്പോഴും ഈ സ്വപ്നം കാണൽ തന്നെയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അമ്മ ഒന്ന് പതുക്കെ പറ, ദേ ആ പയ്യനെങ്ങാനും കേൾക്കും കേട്ടോ എന്ന് പറയാണ്. ആ സമയത്ത് അമ്മ പറയണ്ട്, എടാ ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ്. എന്തായാലും എൻ്റെ 75ാമത്തെ പ്രായത്തിൽ നീ 55 വയസ്സുള്ള നീ പ്രണയിക്കണത് എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്ന് പറയാണ്. ഈ അമ്മയുടെ ഒരു കാര്യം അവൻ ഒന്ന് വെറുതെ ഇരിക്കുന്നു പറയാണ്. എന്താണ് വെറുതെ ഇരുന്നാല് അവൻ കേൾക്കും വിക്രം. എടാ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് അച്ഛനും അമ്മേനെയും പ്രണയിക്കാൻ വേണ്ടി നിർബന്ധിക്കണതും ഒക്കെ മക്കളാണെന്നേ. അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട. മാത്രമല്ല വിക്രം കാർത്തികമ്മോട് പറയണത് ഞാൻ കേട്ടു. ഇപ്പോൾ ഏത് സമയവും അച്ഛനിപ്പോൾ സ്വപ്നം കാണലാണെന്ന്. ഇവൻ്റെ ഒരു കാര്യം. എടാ ഞാനൊരു കാര്യം പറയാം. എന്താണ് നീ ഭക്ഷണം കഴിക്കാൻ വന്നു, നിനക്ക് ചൂടോട് കൂടി ഭക്ഷണം കഴിക്കണതല്ലേ ഇഷ്ടം. നീ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നാലേ അത് തണുത്തു പോകും എന്ന് പറയാണ്. ആ സമയത്ത് പ്രകാശം ചോദിക്കണ്ടേ, എല്ലാ അമ്മേ അവൾ എന്താ ഇത്ര സുന്ദരിയായിട്ടും ഈ ഇത്രയും പ്രായമായിട്ടും വിവാഹം കഴിക്കാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, എടാ അത് വേറൊന്നുമല്ല, അവൾ മറ്റു പെണ്ണുങ്ങളെ പോലല്ല, മനസ്സിലാണെങ്കിൽ ഒരാളെ കിട്ടണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് കിട്ടിയില്ല, അതുകൊണ്ടായി കല്യാണം കഴിക്കാതിരുന്നത്. നിന്റെ തലയെടുപ്പോ, നീ എന്തൊക്കെ പറഞ്ഞ വിക്രത്തിൻ്റെ അച്ഛനല്ലേടാ, അതിനൊരു തലയെടുപ്പ് നിനക്ക് എന്തായാലും ഉണ്ട്. നിനക്കിപ്പോൾ എൻ്റെ തലയെടുപ്പാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ കണ്ടപ്പോഴേ അവൾക്ക് ഇഷ്ടപ്പെട്ടു, അതന്നെയാ കാര്യം എന്ന് പറയാണ്. എന്തായാലും ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം. എൻ്റെ മരുമോളെ വിഷമിക്കാൻ നിൽക്കരുത് കേട്ടോ. നീ നോക്കിയ അവൾ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായിട്ടിരിക്കണത് മരുമോളാ എനിക്ക് കിട്ടിയിരിക്കണത്. നീ ഒരിക്കലും അവളെയും കാർത്തികമോളെയും ഒരിക്കലും വിഷമിപ്പിക്കരുത്. എൻ്റെ അമ്മയെ ഞാൻ അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നല്ല അടി കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് പറയാണ്. അമ്മേ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ്. നീ എന്തായാലും വരാൻ നോക്ക് പറയാണ്. ശരി അമ്മ, അമ്മ നടന്നു, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് പ്രകാശം വീണ്ടും സ്വപ്നം കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അമ്മ പറഞ്ഞിട്ടാ നിന്നോടാ പറഞ്ഞത് വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിക്കുക കേട്ടോ. അങ്ങനെ പ്രകാശം ഭക്ഷണം കഴിക്കാണ്ട് പോവാണ്. അങ്ങനെ ലക്ഷ്മിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയാണ്. അവർ രണ്ടുപേരും ഷാനയുടെയും രാഹുലിൻ്റെ വീടിൻ്റെ മുമ്പിൽ എത്തി കേട്ടോ. അങ്ങനെ എത്തുമ്പോഴേക്കും കല്യാണിയാണെങ്കിൽ കുഞ്ഞ് തന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കിരൺ ചോദിക്കണ്ടേ, എന്ത് പറ്റി കല്യാണി ചോദിക്കുമ്പോൾ, നല്ലൊരു കുഞ്ഞ്, എന്താ നിനക്ക് വളർത്താൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, പക്ഷെ അവൾ തരില്ലല്ലോ. അവൾ തരും, ചിലപ്പോഴേ മനോഹർ ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഈ കുഞ്ഞിനെ വെറുക്കുമായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നീ എടുത്ത് വളർത്തിക്കോ എന്ന് പറയാണ്. എന്തായാലും അവൾക്ക് വേണമെങ്കിൽ ഞാനെടുത്തോളാം ഈ കുഞ്ഞിനെ എന്ന് കല്യാണി പറയാണ്. അല്ല, എന്താ നമ്മുടെ പ്ലാന്? വിളിച്ചിട്ട് ആ കുഞ്ഞിനെ കൊടുക്കാനാണോ? അതൊക്കെ ഞാൻ പറയാം, നീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെ കല്യാണി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. കിരണും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശേഷം കിരണും കഴിഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുവാട്ടോ. കുഞ്ഞ് നല്ല ഉറക്കമാണ്. കിരണം പറഞ്ഞിട്ട്, കല്യാണി നീ കുഞ്ഞിനെ അവിടെ കിടത്തെന്ന് പറയാണ്. ഇവിടെയോ? അതെ, ഇവിടെ കിടത്ത്, എന്നിട്ട് നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം. കുഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും അവർ വന്നോളും. എന്തായാലും കുഞ്ഞെ കാണാതായ സ്ഥിതിക്ക് അവൾ ഉറങ്ങാൻ ചാൻസ് ഇല്ല. സരയു അവൾ ഉറങ്ങാതിരിക്കുകയായിരിക്കും. കുഞ്ഞെ കരച്ചിൽ കേട്ട അവൾ വന്ന് എടുത്തോളും എന്ന് കിരൺ പറയാണ്. ശരി കിരണേട്ടാന്ന് കല്യാണി പറയുന്നുണ്ട്. ശേഷം അവർ വരാന്തയിൽ കുഞ്ഞെ കിടത്തുവാണ്. കുഞ്ഞിനെ കിടത്തിയിട്ട് കല്യാണി കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് കുഞ്ഞ് പെട്ടെന്ന് കരയുവാട്ടോ. അയ്യോ, കുഞ്ഞ് കരയുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അവൾ എഴുന്നേറ്റ് വന്നോളൂ, വാ നമുക്ക് കാറിനുള്ളിൽ നിന്നിട്ട് നോക്കാം എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണി കാറിനുള്ളിൽ നിന്നിട്ട് ഈ കാഴ്ചകളൊക്കെ നോക്കാൻ വേണ്ടി നടന്ന് പോകുവാട്ടോ. സരയു ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനോഹറും കൂടെ തന്നെയുണ്ട്. അങ്ങനെ സരയു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാട്ടോ. മനുവേട്ട, അത് കുഞ്ഞിൻ്റെ കരച്ചിലല്ലേ കേൾക്കണത്? എവിടെ മോളു? മനുവേട്ട ശ്രദ്ധിച്ച് കേൾക്ക്. അതെൻ്റെ മോളുടെ കരച്ചിൽ തന്നെയാ. എൻ്റെ മോളെ വന്നു മനുവേട്ട എന്ന് പറഞ്ഞിട്ട് സരയു നിലത്തേക്ക് ഓടി പോകുവാണ്. ആ സമയത്ത് ഷാരിയും എഴുന്നേൽക്കുന്നുണ്ട്. മനുഷ്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ? കുഞ്ഞിൻ്റെ കരച്ചിലല്ലേ കേൾക്കണത്? ശരിയാണല്ലോ എന്ന് പറയാണ്. അങ്ങനെ സരയു വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോഴേക്കും അവിടെ കുഞ്ഞിന്ന് കരയണത് കേൾക്കുക കേട്ടോ. അയ്യോ, എൻ്റെ മോള്, എൻ്റെ പൊന്നു മോള് എന്ന് പറഞ്ഞിട്ട് സരയു വേഗം തന്നെ കുഞ്ഞിനെ വാരി എടുക്കുകയാണ്. അയ്യോ മനുവേട്ടത്തെ നമ്മുടെ മോളെന്ന് പറഞ്ഞിട്ട് വാരി എടുക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടിട്ട് നമ്മുടെ ഷാരിയും അതുപോലെ രാഹുൽ അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കുക കേട്ടോ. അതിനുശേഷം അയ്യോ മോളെ കിട്ടിയ സരയു എന്ന് പറഞ്ഞിട്ട് ഷാരി വരുന്നിട്ട് തൊട്ട് പോരുത് എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ട് അയ്യോ മോളെ എവിടെ നിന്ന് കിട്ടി എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ മനോഹർ പറഞ്ഞിട്ട് കുഞ്ഞിനെ ആരാണോ കൊണ്ടുപോയത് അവർ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചതും എന്ന് പറയാണ്. ഞങ്ങളൊന്നും അറിഞ്ഞതെന്ന് പറയുമ്പോൾ മനുവേട്ടൻ പറഞ്ഞതന്നെ ശരി, നിങ്ങൾ തന്നെയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത്. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ 7 അയലത്ത് നിങ്ങൾ വന്നു പോയത്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കുഞ്ഞിനെ എടുത്തു പോരുത് എന്ന് സരയു പറയാണ്. മോളെ ഞാനല്ല,
ഷാരി പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ സരയു പറയുന്നുണ്ട്, വേണ്ട നിങ്ങൾ ആരും ഒന്നും മിണ്ടണ്ട, എൻ്റെ കുഞ്ഞെടുത്തോണ്ട് പോയത് നിങ്ങൾ തന്നെയാണ്, ഇതേകൊണ്ട് തന്നെയാണ് മനുവായിട്ട് ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ നമുക്ക് എങ്ങനെയെങ്കിലും പോകാമെന്ന് എന്ന് പറയുമ്പോൾ മനു മനസ്സിലാക്കാൻ തുടങ്ങി. അവൾ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ, എന്തെങ്കിലും ആവട്ടെ മോളെ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് പോവാം, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇപ്പം, മോള് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയുവിനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാണ്. സരയോ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. മുകളിലേക്ക് പോകുന്ന സമയത്ത് സരയും മനോഹറും ദേഷ്യത്തോടു കൂടി തന്നെയാണ് രാഹുലിനെയും അതുപോലെ തന്നെ ഷാരിനെ നോക്കുവാണ്. അതിന് ഷാരി മുകളിലേക്ക് പോകുമ്പോഴേക്കും ഷാരി രാഹുലിനോട് പറഞ്ഞിട്ട്, തൃപ്തിയായാലോ സമാധാനമായാലോ, ആ പ്ലാനും അങ്ങനെ പൊളിഞ്ഞു, ആ കുഞ്ഞ് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല ഷാരി, എന്തായാലും ആ പ്ലാൻ പൊളിഞ്ഞു കേട്ടല്ലോ, ഇനി ആ കുഞ്ഞിനെ നിങ്ങൾ എടുത്തോണ്ട് പോകാനും നിൽക്കണ്ട, ഇനി എന്ത് ചെയ്യണമെങ്കിൽ അവനെ ചെയ്താൽ മതി, ആ മനോഹരനെ അവനതിന് പണം കൊടുത്തു ഒതുക്കും, അല്ലെങ്കിൽ അവൻ ഇല്ലാതാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഷാരി അകത്ത് കയറി പോകുക കേട്ടോ. ശേഷം നമ്മുടെ കുഞ്ഞെടുത്തുകൊണ്ട് സരയു ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ പാട്ടിങ്ങനെ താരാട്ട് പാടിക്കൊണ്ടിട്ട് ആ സമയത്ത് മനോഹരനോട് പറയുന്നുണ്ട്, കുഞ്ഞിനെ കുറച്ചേരം കൂടി കാണാതായി കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതാകുമായിരുന്നു മനുവേട്ട, ഞാൻ ചത്തുപോകുമായിരുന്നു. എന്തൊക്കെയാ മോളി പറയണത്? അതെ, ഞാൻ സത്യം മനുവേട്ട പറഞ്ഞത്, എൻ്റെ കുഞ്ഞിനെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കുഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഞാൻ ജീവനോട് ഇരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് എന്നിങ്ങനെ പറയാണ്. ഇതെല്ലാം കൂടി കണ്ട ഷാരിയും രാഹുലും പുറത്തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, മോൾക്ക് പൊട്ടിക്കരയാം, മോൾക്ക് വിഷമങ്ങൾ എന്നോട് പറയാം, പക്ഷെ ഞാനൊരു ആണാണ്, വിഷമങ്ങൾ പറയാനായിട്ടും കരയാൻ പോലും എനിക്ക് പറ്റിയില്ല, പക്ഷെ എനിക്ക് എന്തുമാത്രം വിഷമമായത് മോൾക്ക് അറിയാമോ? കുഞ്ഞിനെ കുറച്ച് നേരം കൂടി കാണാതായി കഴിഞ്ഞാൽ ഞാനും ഇപ്പോൾ മുകളിലേക്ക് പോയാനെ, ഞാനും എൻ്റെ ജീവിതം തീർത്താനെ എന്നൊക്കെ പറയാണ്. അതിനുശേഷം മനോഹറും സരയും കൂടി ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിന് രാഹുലും ഷാരിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. ശേഷം സരയു പെട്ടെന്ന് ഇവരെ കാണുന്നുണ്ട്. എന്തിനാ ഇവിടെ വന്ന് നിൽക്കണത്, പോകാൻ നോക്ക് രണ്ടും എന്നിങ്ങനെ പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുകയാണ്. മനുവേട്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം മനുവേട്ട, പോകാൻ മോളൂ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനോഹർ പറയുന്നുണ്ട്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കിരണും കല്യാണിയും അവിടെ നിന്നിട്ട് നേരെ കിരൺ പറയുന്നുണ്ട്, കല്യാണി ഇനി നമുക്ക് അയാളെ വിളിക്കാം, ആ രാഹുലിനെ, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അങ്ങനെ രാഹുലിനെ കിരൺ വിളിക്കണ സമയത്ത് രാഹുൽ ഷാരി എടുത്താണ്. രാഹുൽ പറയുന്നുണ്ട്, ഷാരി അവനെ വിളിക്കണത്, കിരൺ എന്ന് പറയുമ്പോൾ ഫോൺ എടുക്കുന്നത് പറയാണ്. അങ്ങനെ ഫോൺ എടുക്കാണ് രാഹുൽ. ഹലോ എന്ന് പറയുമ്പോൾ, ഹെഡോ താനേ കുഞ്ഞിനെ കൊണ്ട് വെച്ചത് ആരാധന ആലോചിച്ച് തല പുണ്ണാക്കണ്ട, ആ കുഞ്ഞിനെ വെച്ചത് ഞാനും കല്യാണിയും കൂടിയിട്ടാ, നിങ്ങൾ ആ ഭിക്ഷാടകനല്ലേടോ കുഞ്ഞിനെ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ, കിരണെ ഞങ്ങളല്ലടാ എന്ന് പറയാണ്. നിങ്ങൾ വെറുതെ കള്ളം പറയണ്ട, നിങ്ങൾ തന്നെയാണ് കുഞ്ഞിനെ തട്ടിക്കണ്ടു പോകാണ്ട് ഭിക്ഷാടകനെ കുഞ്ഞിനെ കൊടുത്തത്, ആ സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി, പക്ഷെ ഒരു പരാതി പോലും കൊടുത്തില്ല, ആദ്യം തന്നെ മനസ്സിലാക്കാനോടോ താൻ തന്നെയാണ് കുഞ്ഞെടുത്തുകൊണ്ട് പോയെന്ന്. സാധാരണ ഒരു കുഞ്ഞെടു കാണാതായി കഴിഞ്ഞാൽ പരാതി കൊടുക്കും, അന്വേഷണമൊക്കെ ആരംഭിക്കാൻ വേണ്ടി പറയും, പക്ഷെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കുഞ്ഞിനെ കാണാതായി എന്ന് മാത്രമേ പറയുള്ളൂ, ഒരു പരാതി പോലും നിങ്ങൾ എഴുതി കൊടുത്തില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് സംശയം തോന്നിയായിരുന്നു ഇതിന് പിന്നിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാനും കല്യാണിയും ഈ രാത്രി കുഞ്ഞിനെ അന്വേഷിച്ച് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവിടെ വെച്ചത് ഞങ്ങൾ തന്നെയാണെന്ന് ഇങ്ങനെ പറയാണ്. ഇനി ആ കുഞ്ഞിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കരുത്, ആ കുഞ്ഞിൻ്റെ മേലിൽ എപ്പോഴും ഒരു കണ്ണു എനിക്കും കല്യാണിക്കും ഉണ്ടാകും കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കിരണ്. അതിനുശേഷം രാഹുൽ പറയുന്നുണ്ട് ഷായടുത്ത്, അവനും അവളും കൂടിയിട്ട് കുഞ്ഞെടുത്തോണ്ട് വന്നിട്ട് ഇവിടെ കിടത്തിയത് എന്ന് ഷായടുത്ത് പറയാണ്. ശേഷം കല്യാണടുത്ത് കിരൺ പറയുന്നുണ്ട്, കല്യാണി നമ്മുടെ വീട്ടിലെ CCTV അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വെക്കണം, എപ്പോഴും ആ കുഞ്ഞിന് മേലിൽ നമുക്കൊരു കണ്ണുണ്ടായിരിക്കണം എന്ന് കല്യാണടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂട്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.